വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്ആർടിസി പെൻഷൻ ഓർഗനൈസേഷൻ നടത്തുന്ന അനിശ്ചിതകാല സമരം 6 ദിവസം പിന്നിട്ടു. കെഎസ്ആർടിസി പെൻഷൻകാർക്ക് വർഷം 5 കഴിഞ്ഞിട്ടും ഉത്സവത്തായില്ലേ ഇല്ല. രോഗികളാം വൃദ്ധന്മാരുടെ വിധവകളാം സഹോദരിമാരുടെ 13 വർഷമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, 6 വർഷമായി നൽകാത്ത ഉത്സവബത്ത നൽകുക, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, ക്ഷേമാശ്വാസം കുടിശ്ശിക സഹിതം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെഎസ്ആർടിസി പെൻഷൻ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുൻപിൽ അനിശ്ചിതകാല സമരം നടത്തിവരുന്നത്. സെക്രട്ടേറിയറ്റിനു മുമ്പിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ യൂണിറ്റുകളിലും ധർണ നടത്തുന്നുണ്ട്. എടപ്പാൾ കെഎസ്ആർടിസി വർക്ക്ഷോപ്പിന് മുന്നിലെ ധർണാ സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എടപ്പാൾ, പൊന്നാനി എന്നീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് എടപ്പാൾ വർക്ക്ഷോപ്പിന് മുന്നിൽ ഇന്ന് ഈ സമരം ആരംഭിക്കുന്നത്. ഇന്നത്തെ 6ാം ദിവസമാണ് ഈ സമരം. കഴിഞ്ഞ 13 വർഷം മുമ്പേ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഒരു നയാ പൈസ പോലും വർദ്ധിപ്പിക്കാതെ ലഭിക്കാത്തതിനാൽ അതിനെതിരെ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണം എന്നുള്ള പ്രധാന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം. 13 വർഷം മുമ്പേ പ്രഖ്യാപിച്ചിട്ടുള്ള ഫാമിലി പെൻഷൻകാർക്കാണെങ്കിൽ 4500 രൂപയും DAയും അതോടൊപ്പം തന്നെ ഏതാണ്ട് 3000-ഓളം വരുന്ന എക്സ്ഗ്രേഷ്യ പെൻഷൻകാർക്ക് 1350 രൂപ മുതലുള്ള പെൻഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിൽ സംസ്ഥാന സർക്കാരിൻ്റേതായാലും ശരി, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ KSEB, വാട്ടർ അതോറിറ്റി തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും 2 തവണ വർദ്ധിപ്പിച്ചു. KSRTCയിലെ ശമ്പള വർധന ഒരു തവണ 2 വർഷം മുന്നേ 21 മുതൽ നടപ്പിലാക്കി. എന്നാൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ നിർബന്ധമായും അവിടെയുള്ള പെൻഷൻകാരുടെ പെൻഷനും ആനുപാതികമായി വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഒരു കീഴ്വഴക്കമാണ്. തന്നെയുമല്ല, കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് ആദ്യമായാണ് യൂണിറ്റ് പ്രസിഡന്റ് KP ഉണ്ണീരി അധ്യക്ഷത വഹിച്ചു. KT ഗോപാലൻ, P ശശിധരൻ, A പത്മനാഭൻ, P അപ്പു, എക്സിക്യൂട്ടീവ് അംഗം PP കുഞ്ഞൻ എന്നിവർ നേതൃത്വം നൽകി. പൊന്നാനി യൂണിറ്റും ധർണയിൽ പങ്കെടുത്തു. NCV ന്യൂസ്, എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.